എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തിവന്ന സമരം അവസാനിപ്പിക്കാൻ ധാരണയായി. സമരസമിതി അംഗങ്ങൾ സർക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. സമരം അവസാനിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം.വി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമരസമിതിയുടെ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. 2017 മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബയോളജിക്കൽ പ്ലേസിബിൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 1905 പേരെ ഉൾപ്പെടുത്തും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടന്നത്. 2017 18 വയസ്സ് തികഞ്ഞവരിൽ ദുരിതബാധിതരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം.വി. ജയരാജൻ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തത് 6 പേരാണ്. അംബിക സുധൻ മാങ്ങാട്, സമരസമിതി നേതാവ് സന്തോഷ്, ദുരിതബാധിതരായ കുട്ടികളുടെ അമ്മമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സമരസമിതി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സന്തോഷ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് എൻഡോസൾഫാൻ ബാധിതർ സങ്കടയാത്ര നടത്തിയിരുന്നു. കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരം അംഗീകരിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു ദുരിതബാധിതരുടെ അമ്മമാരുടെ നിലപാട്. അർഹരായ 3547 പേരെയും എൻഡോസൾഫാൻ ഇരകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സാമൂഹ്യ പ്രവർത്തക ദയാബായ് സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരത്തിലുമായിരുന്നു. അതിനിടെ പ്രളയ സമയത്ത് മുഖ്യമന്ത്രി കേരളത്തിന്റെ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ പോയതിനെ ദയാബായ് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർ കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അതേസമയം എൻഡോസൾഫാൻ സമരസമിതിക്ക് പിന്തുണ അർപ്പിച്ച് കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിലും സമരം നടന്നിരുന്നു. ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എൻഡോസൾഫാന്റെ പ്രത്യാഘാതം 3 തലമുറ വരെ ബാധിച്ചേക്കാമെന്നാണ് ശാസ്ത്രജ്ഞരും പറയുന്നത്. 11 പഞ്ചായത്തുകളിൽ മാത്രമായി പ്രശ്നം ഒതുങ്ങില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നു. എൻഡോസൾഫാൻ ദുരന്തബാധിതരെ കണ്ടെത്താനും പുനരധിവസിപ്പിക്കാനുമുള്ള പദ്ധതി 2040 വരെയെങ്കിലും തുടരണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇടയ്ക്ക് മെഡിക്കൽ ക്യാമ്പുകൾ നടത്താതെ വീടുകൾ സന്ദർശിച്ച് ദുരന്തബാധിതരെ കണ്ടെത്താനും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സഹായം എത്തിക്കാനും സ്ഥിരം സംവിധാനം ഉണ്ടാകണമെന്നുമാണ് എൻഡോസൾഫാന്റെ നിരോധനത്തിനായി വർഷങ്ങളോളം പണിപ്പെട്ട ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. 1975 മുതൽ 2005 വരെ കാസർകോട്ടെ 11 പഞ്ചായത്തുകളിൽ തളിച്ച എൻഡോസൾഫാൻ ഏറ്റവും മാരകമായ വിഷപദാർത്ഥമാണ്. ഇത് മനുഷ്യജീനുകളെ ബാധിക്കും, കൂടാതെ തലമുറകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അതിനാൽ ദുരന്തബാധിതരെ കണ്ടെത്താനുള്ള സർവേയും മെഡിക്കൽ പരിശോധനകളും 2 പതിറ്റാണ്ട് കൂടിയെങ്കിലും തുടരണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 11 പഞ്ചായത്തുകളിൽ ആകാശമാർഗം തളിച്ച വിഷകീടനാശിനി ഇവയ്ക്ക് പുറത്ത് 3 കിലോമീറ്റർ വരെയെങ്കിലും പടർന്നിട്ടുണ്ടെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. കൂടാതെ വെള്ളത്തിലും മണ്ണിലും കൂടി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇടയുണ്ട്. അതിനാൽ ദുരന്തബാധിതർ 11 പഞ്ചായത്തുകളിൽ മാത്രമാണെന്ന ധാരണ തിരുത്തപ്പെടണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.